So current affairs from September 1 to 10. We'll start with environment. Environment plastic degrading microbes and AMR. പ്ലാസ്റ്റിക് ഡിഗ്രേഡിംഗ് ബാക്ടീരിയാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക് അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് ബയോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അക്യുമുലേറ്റ് ചെയ്ത് ബാക്ടീരിയാസ് വിൽ ബി ഫോംഡ്. ഈ ബാക്ടീരിയാസ് ചിലത് നമ്മൾ ആർട്ടിഫിഷ്യലി ബാക്ടീരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുമുണ്ട്. ഇപ്പൊ ഓഷ്യനിലൊക്കെ വരികയാണെങ്കിൽ ഓഷ്യനിൽ എന്താ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വെച്ചാൽ ലെസ് ദാൻ 5 millimeter ഡയമീറ്ററിൽ കുറഞ്ഞ പ്ലാസ്റ്റിക്സിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഓഷ്യനിൽ കൂടുതൽ ആയതുകൊണ്ട് ലെസ് ദാൻ 5 millimeter മൈക്രോ പ്ലാസ്റ്റിക്സ് ഓഷ്യനിൽ കൂടുതൽ ആയതുകൊണ്ട് സംടൈംസ് ഇൻ ഓഷ്യൻസ് വി ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ബാക്ടീരിയാസ്. അങ്ങനെ നമ്മൾ ഈ ബാക്ടീരിയാസിന്റെ പ്രത്യേകത വെച്ചാൽ ദേ വിൽ എമിറ്റ് എ എൻസൈം. ഈ എൻസൈംസ് ആണ് ബാക്ടീരിയാസിനെ പ്ലാസ്റ്റിക്സിനെ ഡിഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ എന്ത് പ്ലാസ്റ്റിക്സ് ഉണ്ട്? മൈക്രോ ഓർഗാനിസംസ്, പ്ലാസ്റ്റിക് ഡിഗ്രേഡിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം സുന്ദർബൻ റീജിയനിൽ നടത്തിയ സ്റ്റഡിയിൽ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് സുന്ദർബൻസിൽ ഒരുപാട് റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട് ത്രൂ ടു ബേ ഓഫ് ബംഗാൾ. സുന്ദർബൻസ് വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന ഒരുപാട് റിവേഴ്സ് ഉണ്ട്. ബ്രഹ്മപുത്ര, ഗാഞ്ചസ്, അതിന്റെ ട്രിബ്യൂട്ടറീസ്, അങ്ങനെ പല റിവേഴ്സ് ഇത് വഴിയാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ഈ റിവേഴ്സിന്റെ പ്രോബ്ലം എന്താ? അതിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് പൊല്യൂട്ടൻസ് അതെ. ഈ പ്ലാസ്റ്റിക് പൊല്യൂട്ടൻസ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ പ്ലാസ്റ്റിക് ഡിഗ്രേഡിംഗ് ബാക്ടീരിയാസ് ഉണ്ടാവുന്നു. ഈ ബാക്ടീരിയാസ് ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് എന്ന് വെച്ചാൽ ഇത് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വൺ ഓഫ് ദ മേജർ ഹെൽത്ത് ത്രെറ്റ് ആണ്. ഹെൽത്ത് ത്രെറ്റ് ഇത് ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്ന ത്രെറ്റ് അല്ല, ഇത് മൈക്രോ ഓർഗാനിസംസിൽ ഉണ്ടാവുന്ന ഒരു ത്രെറ്റ് ആണ്, ഒരു ഹെൽത്ത് ത്രെറ്റ് ആണ്. എന്ത്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയി ആന്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കും അല്ലെ? ആന്റിബയോട്ടിക്സ് കഴിച്ച് കുറെ നാൾ കഴിയുമ്പോൾ യു ആർ റെസിസ്റ്റന്റ്. നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇപ്പൊ വൈറൽ ഇൻഫെക്ഷൻസിന് ശരിക്കും പറഞ്ഞ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. നമ്മൾ എവിടെ പോയാലും ഡോക്ടർമാർ ആന്റിബയോട്ടിക് തരും. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെ, നിങ്ങൾ സുവോളജി അല്ലേ, അപ്പൊ വൈറൽ ഇൻഫെക്ഷൻസിനെ ആന്റിബയോട്ടിക്സ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ? സപ്രസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് ആ വൈറസിനെ കൊല്ലാൻ പറ്റത്തില്ല. സപ്രസ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് സപ്രസ് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. അതേസമയം ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസിനെല്ലാം വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ നാൾ യൂസ് ചെയ്യുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് അവർക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് എത്ര കഴിച്ചാലും പിന്നെ നിങ്ങളുടെ പനി മാറാതെ വരും. അത് എല്ലാവരും ഫേസ്. അത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബോഡിയിലുള്ള മൈക്രോബ്സ് ദേ ഹാവ് ബിക്കം റെസിസ്റ്റന്റ് ടു ദ ആന്റിബയോട്ടിക്സ്. ഇതിനാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിലാണ്. കാര്യം എന്താ? നമ്മുടെ ഇവിടെ ഹെൽത്തിന്റെ ആക്സസിബിലിറ്റി കൂടുതലായതുകൊണ്ട് പണ്ട് മുതലേ എല്ലാവരും പ്രൈമറി ഹെൽത്തിന്റെ കൊച്ചിലെ മുതലേ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽസ് കൊണ്ടുപോകും. കൊച്ചുങ്ങളെ വരെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ കൊച്ചിലെ മുതലേ കിട്ടി നമ്മൾ വി ഹാവ് ബിക്കം റെസിസ്റ്റന്റ് ടു ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ഈ പ്ലാസ്റ്റിക് മൈക്രോബ്സ് ദേ ആർ ആക്ച്വലി റെസിസ്റ്റന്റ് ടു natural resistance ഉണ്ട്, ബാക്ടീരിയൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട് ഈ പറയുന്ന പ്ലാസ്റ്റിക് ഡിഗ്രേഡിംഗ് ബാക്ടീരിയാസിന്. സോ ദിൽ ഓവർ ദ ടൈം എന്ത് പറ്റും? അവർക്കൊരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവർ ജനറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ഹാർംഫുൾ ഫോർ ദ എൻവയോൺമെന്റ്. It raises concern about the antimicrobial resistance. Non-biodegradable plastics like polyethylene terephthalate persist and accumulate pollutants. ഇത് പല എക്സാംസിന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. ഇത് നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ്. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഉണ്ട്. ലാക്ടിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ആർ ദെയർ. ഓക്കെ, അപ്പൊ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആർ ദെയർ എന്നുള്ള കാര്യം അറിയണം, അതിന്റെ നെയിംസും അറിയണം. അത് നമ്മൾ എൻവയോൺമെന്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് പഠിക്കും. ഓക്കെ, സോ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ പെറ്റ് എന്ന് പറയുന്നത് ദിസ് ആർ നോട്ട് ബയോ, ഇത് സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ്. ഈ സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ് ഏറ്റവും കൂടുതൽ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നത്. എവിടെ? സുന്ദർബൻ റീജിയൻസിലെ മൈക്രോ പ്ലാസ്റ്റിക്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതാണ്, പെറ്റ് എന്ന് പറയുന്ന ഇതാണ്. And they accumulate what? They accumulate pollutants. Okay.
ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇത് നിങ്ങളുടെ as such is not important for your prelims, പക്ഷെ മെയിൻസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയണം. Next is consider the following statements regarding the link between plastic degrading microbes and antibiotic resistance. നോക്കിക്കേ, microplastics accumulating in water bodies can absorb pollutants like heavy metals and antibiotics. A study in the Sundarbans found that plastic degrading microbes often carry antibiotic resistant genes. These microbes are primarily promoted by the biodegradable plastics like PET. ഏതാണ്? 1 and 3 is wrong. കാര്യം എന്താ? ബയോഡിഗ്രേഡബിൾ എന്ന് ഇട്ടേക്കുന്നത്, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ, സോ 1 and 2 should be your answer. Gallant IAS, chasing your passion to ace.